എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കായിട്ടോ അതുപോലെ തന്നെ 4 മണി ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ്. പുറമേ നല്ല മുരിഞ്ഞതും ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് വന്നിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടർ ഇതുപോലെ നിന്ന് ഉരുകി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇതൊരു ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ തീരെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. തീരെ ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 എണ്ണം എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സവാളയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള ഒരുപാട് അങ്ങ് വഴറ്റി പോകണ്ട കേട്ടോ, അത്യാവശ്യം നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ് നല്ല ക്രീമിയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രീമി ഫില്ലിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് 1 മിനിറ്റോളം നമ്മളൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ പാലാണ്. അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഇതിലൊന്ന് കുറുകി വരുന്നത് കാണാൻ പറ്റും. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വറ്റൽ മുളക് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇതുപോലെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു 400 ഗ്രാം അളവിൽ ചിക്കന് ഇതുപോലെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ചിക്കൻ വേവിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 400 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈരും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർക്കാതെ വേണം കേട്ടോ നമ്മളിത് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം അങ്ങ് ഇറങ്ങിക്കോളും നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുത്തിരിക്കുന്നത്. ഒരു 1-2 വിസിൽ നമ്മൾ കുക്കറിൽ അടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ചിക്കൻ ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചി എടുത്തിരിക്കുന്ന ഈ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഇതുപോലെ കോണാണ് കേട്ടോ. കോണൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സ്പ്രിംഗ് ഓനിയനും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു ചിക്കനും കൂടി ചേർത്തിട്ട് നമ്മളൊരു 2-3 മിനിറ്റോളം ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒറിഗാനോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വളരെ കുറച്ച് മാത്രം ഇതുപോലെ നാരങ്ങ നീരാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം ഇതുപോലെ നാരങ്ങ നീര് നമുക്കൊന്ന് ചുറ്റിന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ പഫ് പാസ്ട്രിയാണ്. ഹോം മെയ്ഡ് പഫ് പാസ്ട്രിയോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ളതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള പഫ് പാസ്ട്രിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സമൂസ ഷീറ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ പഫ് പാസ്ട്രി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റെഡിമെയ്ഡ് പഫ് പാസ്ട്രി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. റെഡിമെയ്ഡ് പഫ് പാസ്ട്രി വാങ്ങി നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിന് തണുപ്പൊന്ന് മാറ്റിയെടുത്താൽ മതി. ഒരു സ്നാക്സ് റെഡിയാക്കാൻ
വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 2 പഫ് പാസ്ട്രിയാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഈ ഒരു പഫ് പാസ്ട്രിയിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ആ ഒരു 4 സൈഡിൽ നിന്നും ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു മുട്ടയിൽ 1 ടീസ്പൂൺ അളവിൽ പാലും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊരു 4 സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പഫ് പാസ്റ്റ് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചിട്ടെടുക്കാം. ഇതുപോലെ സൈഡ് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് അമർത്തി കൊടുക്കുക. നമ്മൾ ഓവനിൽ വെക്കുന്ന അതേ പെർഫെക്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഓവനില്ലാതെയും ഇത് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് 2 രീതിയും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ഓവൻ്റെ ഈ ഒരു ട്രെയിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഓവൻ്റെ ഈ ഒരു ട്രെയിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വേണമെന്നില്ല, ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഓരോന്നൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു 6 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവനിലല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്കായിട്ട് വരുന്ന ഒരു സമയത്ത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു എഗ് വാഷ് ഒന്ന് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മുട്ടയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പാലും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തുമായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളോ അല്ലെങ്കിൽ കറുത്ത എള്ളോ ഇട്ട് കൊടുക്കാനാണ്. അതൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഒഴിവാക്കാനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാനുള്ളതൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു എഗ് വാഷ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളുത്ത വെള്ളം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓവനിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 35 to 40 മിനിറ്റോളം എടുക്കട്ടെ നമുക്കിതൊന്ന് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് ചിലപ്പോൾ സമയം ചിലപ്പോൾ കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. അതുപോലെ തന്നെ ഓവൻ്റെ ഒരു മിഡിൽ റാക്കിൽ വേണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് താഴത്തെയും മുകളിലത്തെയും കോരി ചൂടാകുന്ന രീതിയിൽ നമ്മൾ ഫംഗ്ഷൻ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ നിന്ന് ബേക്കായിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ അടികട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന പാത്രമാണ് കേട്ടോ ഇത്. നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു പാത്രം. ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മൂടിയിൽ ഹോൾ ഉള്ളതാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകരുത്. എന്തെങ്കിലും വെച്ച് നമ്മളൊരു ആവി പുറത്തേക്ക് പോകാത്ത രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു ഓവനിൽ വെച്ച് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോഴും. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 35 to 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് നമുക്ക് ബേക്കായി വരുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് ബേക്കായിട്ട് വരട്ടെ. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ഏകദേശം ഒരു 40-45 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ ഗ്യാസ് അടുപ്പിൽ വെച്ചതും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓവനിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തിട്ടെടുത്തിരിക്കുന്നത് ആ ഒരു സെയിം രീതിയിൽ ഇതുപോലെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുക്കണമെന്നേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം ഒരു 40 മിനിറ്റ് ഒക്കെ എടുക്കാറായപ്പോഴത്തേക്കും ഓവനിൽ വെച്ചത് എനിക്ക് ഇവിടെ നിന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഓവൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു ചിക്കൻ പാറ്റീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാറ്റീസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓവനിൽ വെച്ചും ഓവനില്ലാതെയും അതുപോലെ തന്നെ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്.
ഇത് നമ്മൾ ഓവനിലല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചതാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരു അടിഭാഗം ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പാറ്റീസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.